കെട്ടിട നിർമ്മാണ കമ്മിറ്റി കണക്ക് 2 തവണ അവതരിപ്പിച്ചു. ആദ്യം അവതരിപ്പിച്ചപ്പോൾ സഹകരണ ജീവനക്കാരുടെ ഫണ്ട് വരവില്ല, അത് മാറ്റി രണ്ടാമത്. ഈ 2 കണക്കിലും കെട്ടിട നിർമ്മാണ കമ്മിറ്റിക്ക് കൊടുത്ത് 35 ലക്ഷന്നേ കമ്മിറ്റിക്കാർ പറയുന്നുള്ളൂ. ധനരാജ് ഫണ്ടിന്റെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ കെട്ടിട നിർമ്മാണ കമ്മിറ്റിക്ക് 35 ലക്ഷം കൊടുത്തുന്നേ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ കണക്കിൽ പറയുന്നുള്ളൂ. ജില്ലാ കമ്മിറ്റി പിന്നീട് കീഴെ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കിലാണ്. അത് ഞാൻ കമ്മിറ്റിയിലുള്ളപ്പോഴല്ല, ഞാൻ മാറി നിന്നപ്പോഴാണ് ആ കണക്ക് അവർ അവതരിപ്പിച്ചത്. അതിലൊന്നുമില്ല മൊത്തം വരവിത്ര, മൊത്തം ചെലവിത്ര, ബാക്കി ഇത്ര എന്നത് മാത്രമേ അവർ അവതരിപ്പിച്ച കണക്കിലുള്ളൂ. ഈ ബാലൻസ് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കണക്ക് അവതരിപ്പിക്കുന്നത്. അല്ല, ബാലൻസ് അവർക്ക് എങ്ങനെ ഒപ്പിക്കാൻ കഴിയില്ല, ഒരു തർക്കവുമില്ല. ഇത് നേരത്തെ ഒരു കണക്ക് കീഴെ പറഞ്ഞിട്ടുണ്ട്, അതിൽ വരവും ചെലവും ബാലൻസും ഉണ്ട്. അതിന് തിരുത്തി പറയാൻ അവർക്ക് കഴിയുമോ? അവതരിപ്പിച്ച പാർട്ടിയിലാകെ റിപ്പോർട്ട് ചെയ്ത ഒരു കണക്ക് തിരുത്തി പറയാൻ അവർക്ക് സാധിക്കുമോ? ആ കണക്കും ഈ കണക്കുമായിട്ട് ഒരു തരത്തിലും അവർക്ക് ഒപ്പിച്ചിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. താങ്കളുടെ വാദങ്ങളെ പൂർണ്ണമായി തള്ളുകയല്ല ചെയ്തത്, പകയുടെ കണക്ക് പുസ്തകമായിട്ടാണ് അവർ ഇതിനെ. അല്ല, അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. അതില് ഇതിങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക? പകയുടെ കാരണം അയാൾ പറഞ്ഞത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. എ മധുസൂദനൻ നിങ്ങളെ ചാനലിൽ നൽകിയ കോഫി വിത്ത് അരുൺകുമാർ പരിപാടിയിൽ പറഞ്ഞത് ഗ്രാറ്റുവിറ്റി എന്തോ ഞാൻ ആവശ്യപ്പെട്ട് കൊടുത്തില്ല. എനിക്ക് അയാളോട് വ്യക്തിപരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമില്ല. കാരണം എനിക്ക് പാർട്ടി അനുമതി തരണമെങ്കിൽ ഞാൻ ഏരിയ കമ്മിറ്റിയിലാണ് ഉന്നയിക്കേണ്ടത്, സെക്രട്ടറി അല്ല അനുവാദം തരേണ്ടത്. ഞാൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ്, എനിക്ക് ഏരിയ കമ്മിറ്റിയിൽ പറയാനുള്ള അവകാശമുണ്ട്. മറ്റേതെങ്കിലും സാധാരണ ഒരു പാർട്ടി മെമ്പറോ അനുഭാവിയോ ഒരു പ്രശ്നം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ ഏരിയ സെക്രട്ടറിയോടാ പറയുക. കാരണം അവർക്ക് ഏരിയ കമ്മിറ്റിയിൽ വരുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏരിയ സെക്രട്ടറിയോട് പറയും. അതിൽ പരിഗണിക്കേണ്ട വിഷയമാണെങ്കിൽ കമ്മിറ്റിയിൽ ഏരിയ സെക്രട്ടറി അവതരിപ്പിക്കും. ഞാൻ ഏരിയ കമ്മിറ്റി മെമ്പറായിരിക്കെ ഞാനതിനാ സെക്രട്ടറിയോട് പറയുന്നത്? ഞാൻ എൻ്റെ വിഷയം ഏരിയ കമ്മിറ്റിയിൽ നേരിട്ട് ഉന്നയിക്കുകയല്ലേ ചെയ്യേണ്ടത്. മിനിസ്റ്ററുടെ പുസ്തകത്തിൽ ഒരു ഭാഗം, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിയോട് ഇത് കാണാൻ പലകുറി പോകുന്നു. അത് ആ ഘടകങ്ങളിൽ പലകുറിയില്ല, 2 തവണ, എന്നിട്ട് ഒരു തവണ അവസരം തരുന്നു. പിന്നീട് ഇത് പാർട്ടി സമ്മേളനത്തില് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, മുതിർന്ന നേതാക്കൾ അവധാനതയോടെ പെരുമാറണം. അതായത് മുഖ്യമന്ത്രി പോലും അറിഞ്ഞിട്ടും ഇതില് ഒരു നടപടിയും ആ തരത്തിലോ ജില്ലാ തലത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണല്ലോ അല്ലെ? അല്ല, അത് ജില്ലാ സമ്മേളനത്തിൽ വന്ന ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടിയിൽ പറഞ്ഞ ഒരു കാര്യം അതെൻ്റെ പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ആ നിലയിലാണ്. ഈ പാർട്ടി രേഖകൾ കൈവശപ്പെടുത്തി പാർട്ടിയുടെ വഞ്ചനാപരമായ നിലപാട് താങ്കൾ സ്വീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. പാർട്ടിയുടെ ഏതൊക്കെ രേഖയാണ് ഞാൻ കൈവശപ്പെടുത്തിയെന്ന് പറയട്ടെ. ഒരു കാര്യം നിങ്ങളോട് അങ്ങോട്ട് പറയാം, എനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പാർട്ടി രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സഖാക്കളല്ല അത് ഉന്നയിക്കുന്നത്. എല്ലാവരും മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ ആസ്തി സംബന്ധിച്ചുള്ളൊരു റിപ്പോർട്ട് കൊടുക്കണം പാർട്ടിക്ക്. ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ ആസ്തി ഏതാണ്ട് 7 കോടിക്കടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 7 കോടി ആസ്തി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണോ, ഇതെങ്ങനെ വന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഈ പാർട്ടിക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലെ കണക്ക് എങ്ങനെ പുറത്തായി? പാർട്ടിക്ക് കൊടുത്ത ആസ്തി സ്റ്റേറ്റ്മെൻറ്റിലെ കണക്ക് എങ്ങനെ പുറത്തായി? അത് കെ രാഗേഷ് വിശദീകരിക്കണം. എന്നിട്ട് ഞാൻ ഏതൊക്കെ രേഖ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വിശദീകരണം നൽകാം. അപ്പോൾ ഈ ആസ്തി കുടുംബപരമായി എനക്കും ഭാര്യയ്ക്കും ലഭിച്ചിട്ടുള്ളതാണ്. ഭാര്യയ്ക്ക് ഏതാണ്ട് ഒരു 3-4 ഏക്കർ ഭൂമിയുണ്ട് കുടുംബപരമായി ലഭിച്ചത്. എനിക്ക് 1 ഏക്കർ ഭൂമിയുണ്ട് കുടുംബപരമായി ലഭിച്ചത്. ഈ 4 ഏക്കർ ഭൂമി 4.5 ഏക്കർ ഭൂമിൻ്റെ അടുത്ത് വരുമ്പോൾ അതിന് വില കണക്കാക്കുന്നത് ഞാനാണ്. വിൽക്കാനുള്ള വിലയല്ലല്ലോ, അതിന് വില കണക്കാക്കുന്നത് ഞാൻ. സ്വാഭാവികമായിട്ടും എൻ്റെ ആസ്തി സ്റ്റേറ്റ്മെൻറ്റിൽ അതിന് ഇത്ര വില ഞാൻ കാണുന്നു എന്ന രീതിയിൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അത് ഇപ്പോൾ വ്യാപകമായി നവമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. പാർട്ടിക്ക് ഉത്തമ വിശ്വാസത്തോടു കൂടി കൊടുത്ത ഒരു രേഖ എങ്ങനെ ഈ നവമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കപ്പെട്ടു എന്നത് നേതൃത്വം